വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഹായ്, ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഹായ് പറയാനുള്ളത് റേക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ മിൻഹ മെഹറിനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പുഡിംഗ് ആണ്. ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് വെച്ചിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസായിരുന്നു അത്. അപ്പോൾ പലരൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ആ റെസിപ്പി നിങ്ങൾ ഒന്ന് പോയി കാണുക, എന്നിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ ഒരു പുഡിങ്ങും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഞാനിതിൽ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജെലാറ്റിനോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ബീട്രൂട്ട് ക്രീമി പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറച്ച് എടുത്തതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടോ മുറിച്ചിട്ട് ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് ചെയ്തപ്പോൾ അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടില്ലേന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി ഇതുപോലെ. ഇനി ഈ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടൊരു 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കവർ പാലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സാധാ നമ്മുടെ വീട്ടിൽ വരുത്തുന്ന പാലുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് തന്നെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട്, ഞാൻ നേരത്തെ പുഴുങ്ങിയിട്ടുള്ള ബീട്രൂട്ടിനെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നല്ല ക്രീം പോലെ അരക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബീട്രൂട്ട് വേവിക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ടില്ലേ എന്ന് പ്രത്യേകം നോക്കുക. നല്ല പോലെ കുക്കായ ബീട്രൂട്ട് എടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ പാലിനൊരു ലൈറ്റൊരു തിക്ക് കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്, ഒരു സ്ട്രോബെറിയുടെ ഒക്കെ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാൻ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ പാകത്തിനാണ് മധുരം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും, ആ ബീട്രൂട്ടിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടും. ഇതിലോട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ആ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു മിക്സിനെ ഒന്ന് കട്ടിയാക്കാൻ തുടങ്ങും. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയാവൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് തന്നെ ചെറിയൊരു കഷ്ണം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ ചേർത്ത് ആഗ്രഹമുള്ളവർ നമ്മുടെ മിൽക്കി ബാർ ഉണ്ടല്ലോ, അത് ചേർത്താലും മതി. പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദ് ഉണ്ടാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ 2 ടീസ്പൂൺ കസ്റ്റാർഡിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോഴും നല്ലൊരു തിക്നെസ് കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഉള്ളവർ ചേർക്കുക, ഇല്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്നും ഈ ഒരു പാന് വാങ്ങി വെക്കാം. ശേഷം ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും ഒഴിവാക്കാം. എന്നിട്ട് ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് നിങ്ങൾ മാക്സിമം ചേർക്കുക, എങ്കിലേ നല്ലൊരു സ്വാദ് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഇത് ഒഴിക്കുന്നുണ്ട്.
ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ കടിക്കാനൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു മിക്സ് കൂടെ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള ബട്ടറാണ്, അതാണ് കഷ്ണം എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് മെൽട്ടാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോണത് തേങ്ങയാണ്. നാളികേരം, ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തേങ്ങ ഇഷ്ടമല്ലാത്തവർ, അതായത് നാളികേരം ഇഷ്ടമല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പുഡിങ്ങിൽ പാകം മധുരമല്ലേ, അപ്പോൾ ഈ ഒരു തേങ്ങ ചേർക്കുമ്പോൾ ചിലപ്പോൾ മധുരം കുറഞ്ഞാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മതി, കുറച്ച് അധികമൊന്നും വേണ്ട, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വറക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ബട്ടറിലൊന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് പുഡിങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോരാ കേട്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം സെറ്റാക്കി എടുക്കാൻ. ഇങ്ങനെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും എത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പുള്ള പുഡിങ് ചിലപ്പോൾ തിക്കുണ്ടാവും, ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ തിക്ക് കുറഞ്ഞു എന്ന് വരും. പക്ഷേ അത് കാര്യം വെക്കണ്ട, ഇങ്ങനെ ക്രീമി ആയിട്ട് ഇങ്ങനെ തേങ്ങയോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ പകരം വേണമെങ്കിൽ കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. നട്ട്സിൽ ഐറ്റത്തിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. ഞാൻ കുറച്ച് ചെറീസ് കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറൊക്കെ താഴെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ആ തണുപ്പോട് കൂടിയിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം, പക്ഷേ നിങ്ങൾ കാരണം കമൻറ്റിൽ പറയണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും. താങ്ക് യു.